മരണപ്രാളത്തിൽ പേടിയും ഭയവുമാണ്. ഞാൻ മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഞാൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയമാണ്. അറിയാത്തതുകൊണ്ട് അന്ധകാരത്തിലോ അജ്ഞതയിലുള്ള ഈ ആളുകൾക്കെല്ലാം അധികം വരും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ, ഞാൻ നാളെ മരിക്കാൻ നോക്കിയപ്പോൾ അവസ്ഥയിൽ കിടന്നപ്പോൾ എൻ്റെ കണ്ണമാളിന്, എൻ്റെ കാഴ്ചകൾക്കൊക്കെ മങ്ങലേറ്റ് ബോധം തന്നെ വേണ്ടുന്ന വിധം ഇല്ലാതെ ഒരു അന്ധകാരത്തിലേക്ക് പോയി. അങ്ങനെ ഞാനെന്ന ബോധമില്ല, അപ്പോൾ നഷ്ടപ്പെടാം, അന്ധകാരത്തിൽ പോയി. അങ്ങനെ മെല്ലെ മതിയാണ് നമ്മൾ ഇങ്ങനെ വരാം. അതേസമയത്ത് ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ, നല്ല ആളുകൾക്ക് ഉരുളിങ്ങൾ ഈ സ്വർഗമൊക്കെ കണ്ട് അത് ചിരിച്ചും കൊണ്ടാ മരിച്ചെടുക്കുമ്പോൾ ചിരിച്ചെടുക്കുന്നു. അങ്ങനൊന്നുമില്ല കേട്ടോ. ഭാവം ഉണ്ടാവാം, ചിരിക്കണമായി തോന്നും നമ്മൾക്ക്, ചിലപ്പോൾ ചിരിക്കണമാതിരി ഇല്ലാതെ വരും. ഞാൻ പലവരും സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അവര് ഒന്നും അല്ലാത്ത ഒന്നും അറിയാത്ത ഉറങ്ങി കിടക്കുന്ന മാതിരി കിടക്കുന്നു. ഞാൻ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചിരിക്കണില്ലെങ്കിൽ ഊർലിങ്ങളെ കാണുന്നില്ല, സ്വർഗം കാണുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. എനിക്ക് സ്വർഗം മരിച്ചിട്ടല്ല, സ്വർഗം നരകം ഊർലിങ്ങൾ എനിക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഊർലിങ്ങളും സ്വർഗം അല്ല, അവിടെ പോയിട്ടില്ല. അതുകൊണ്ട് അത് കണ്ടിട്ട് ഞാൻ മരണ സമയത്ത് ചിരിക്കാനോ അത് കാണാതെ കരിയാനോ ഞാനുണ്ടാവില്ല. അതിന് നിങ്ങൾ എന്നിലൂടെ നോക്കണ്ട. ചിരിച്ചിട്ടാണോ മരിച്ചിട്ടാണോ? ചിരിച്ചു കിടക്കണോ, സ്വർഗം കണ്ടു കിടക്കണോ, ഊർലിങ്ങളെ കണ്ടു കിടക്കണോ? അതാണ് ചിരിച്ചു ഈമാൻ കിട്ടുമ്പോ ചിരിച്ചു. ഇവരെ വിശ്വാസത്തിൽ നിന്ന് ഇവര് മെനഞ്ഞെടുക്കുന്നതാണ്. അത് ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കരുത്, ഞാൻ ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതാണോന്ന്. ഞാൻ ഉറങ്ങുന്ന അവസ്ഥയിലായിരുന്നു. ശരീരത്തിൽ ഞാനില്ലാത്ത അവസ്ഥ വരുമ്പോൾ ഉറങ്ങലാണ്. അതേസമയത്ത് ഞാൻ മരിക്കുമ്പോൾ ശരീരം മണ്ണിൽ നിന്ന് എടുത്തണിഞ്ഞു, മണ്ണിലേക്കും ആത്മാവ് പ്രപഞ്ചനാഥനിലേക്കും പ്രപഞ്ചത്തിലേക്കും ചേർക്കണം. അപ്പോൾ ഏതുപോലെ നമ്മുടെ മാതാവിൻ്റെ ഗർഭത്തിലെന്ന പോലെ ഇലാഹിൻ്റെയും അർദ്ധനരീശ്വരനായ ശിവന്റെയും ഗർഭമായ ഭൂമിയിലാണ് നമ്മളുള്ളത്. ഗർഭത്തിലാണ്, മാതാവിൻ്റെ ഗർഭത്തിൽ എന്ന പോലെ ഭക്ഷണം, വെള്ളം, ഓക്സിജൻ ആവശ്യമായതെല്ലാം മാതാവിൻ്റെ ഗർഭത്തിൽ നിന്നും കിട്ടി ഈ വിശാലമായ ദൈവഗർഭത്തിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാതാവിൻ്റെ ഗർഭത്തിൽ, ആ ഗർഭത്തിൽ നിന്നാണ് മാതാവിൻ്റെ മച്ചിയും മാംസവും ചോരയും എല്ലാം ആയി രൂപം കൊണ്ട് അവിടുന്ന് തന്നെ ഇല്ലാതാവുകയാണെങ്കിൽ മാതാവിൻ്റെ തന്നെ മച്ചിയും മാംസ്യം ശരീരഭാഗം ചോരയായി തിരിച്ച് മാതാവിൽ തന്നെ ചേർന്ന പോലെ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാവുകയും പ്രപഞ്ചത്തിൽ തന്നെ തിരിച്ചു ചേരുകയും ചെയ്യും. ഇത് മനസ്സിലാക്കിയാൽ മതി. പ്രപഞ്ചത്തിൽ നിന്ന് ഇന്ന് മുസ്ലിമുകൾ പ്രകാശം, തീയ്, ചൂട്, വായു, വെള്ളം എല്ലാ വാദങ്ങളുമായി ദൃശ്യമായി പ്രപഞ്ചമാകും, അല്ലെ ഇലാഹോ ശിവനോ ആയി ദൃശ്യമാവുകയും അത് തിരിച്ച് അതിൽ നിന്ന് ആ പ്രകാശ ബീജത്തിലൂടെ സകലമാനം മനുഷ്യ സ്വരൂപമായി ആ പ്രപഞ്ചം തന്നെ ദൃശ്യമാവുകയും തിരിച്ച് ആ പ്രപഞ്ച രൂപത്തിലേക്ക് തിരിച്ചു ചെന്ന് ചേരുകയും ചെയ്യുന്നു. വെളിവാവുകയും മറിയുകയും ചെയ്യുന്നതല്ലാതെ അവിടെ പ്രത്യേക ഒന്നും കാണാനോ അറിയാനോ സങ്കല്പിക്കാനോ ഒന്നും നിൽക്കണ്ട. എനിക്ക് യാതൊരു ശങ്കയില്ല. ഞാൻ പ്രപഞ്ചനാഥനാണ്. ഞാൻ തിരിച്ച് പ്രപഞ്ചനാഥനിലേക്ക്, പ്രപഞ്ചത്തിൽ എല്ലാ അണുവിലേക്കും തിരിച്ചു ചെന്ന് ഞാൻ ആദ്യം വന്ന പോലെ അദൃശ്യതയിൽ നിന്ന് ദൃശ്യമാവുകയും തിരിച്ച് അദൃശ്യതയിലേക്ക് തന്നെ ചെന്ന് ചേരുകയും ചെയ്യും. കടലിൽ തിര അടിച്ചു കയറുന്ന പോലെ, കടലില് തിര അടിക്കും പോലെ അങ്ങോട്ട് തന്നെ പോകും. തിര ഉണ്ടാവുകയും തിരിച്ച് കടലായി വെള്ളമായിരിക്കുകയും വെള്ളം വീണ്ടും തിരയായി വരികയും ചെയ്യുന്ന പോലെ. ഇതാണ് മരണം. ഇതാണ് മരിച്ചാൽ സംഭവിക്കുക. ഓക്കെ.